മാപ്രകൾ ആരും ഒരക്ഷരം മിണ്ടാത്ത വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ഒരു മഹാസ്ഫോടനമാണ് ഭീകരർ പ്ലാൻ ഇട്ടത് എന്നറിയാമോ? ഒരുപക്ഷെ ആ പദ്ധതി നടപ്പിലായിരുന്നുവെങ്കിൽ ഡൽഹിയിലെയും പഞ്ചാബിലെയും മഹാരാഷ്ട്രയിലെയും എന്നല്ല, കേരളത്തിലെ പോലും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ബോംബുകൾ പൊട്ടിത്തെറിച്ചേനെ. 14 സംസ്ഥാനങ്ങൾ ഒരേ സമയം നടത്തിയ മിന്നൽ പരിശോധനകൾ, 253-ലധികം ആളുകൾ കസ്റ്റഡിയിൽ, 200-ലേറെ പക്ക ഭീകരവാദികളുടെ അറസ്റ്റ്. പിടിച്ചെടുത്തത് പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയുടെ ഔദ്യോഗിക മുദ്ര പതിപ്പിച്ച ഗ്രനേഡുകളും RDX IEDകളും ഡിജിറ്റൽ ചാര കണ്ണുകളും. ആരാണ്, എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് എന്നറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലതൊക്കെ ഒന്ന് മനസ്സിലാകും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കളിയുടെ സൂത്രധാരനായ ഷഹസാദ് ഭട്ടി ആരാണ് എന്നതിനെ കുറിച്ചാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, ദുബായിലിരുന്ന് കോടികൾ എറിഞ്ഞ് ഇന്ത്യൻ കൗമാരക്കാരെ ഭീകരവാദികളാക്കി മാറ്റിയ ഗ്യാങ്സ്റ്റർ കം ടെററിസ്റ്റ്, അതാണ് ഷഹസാദ് ഭട്ടി. പരമ്പരാഗത ഭീകരവാദികളിൽ നിന്നും വ്യത്യസ്തനാണ് കേട്ടോ ഇയാൾ. താടിയും തോക്കുമേന്തി കാട്ടിൽ ഒളിച്ചിരിക്കുന്ന പഴഞ്ചൻ ഭീകരവാദിയൊന്നും അല്ല ഷഹസാദ് ഭട്ടി. ഇയാളൊരു ഡിജിറ്റൽ യുഗ ഭീകരനാണ്. പാകിസ്ഥാനിലെ അധോലോക ഗ്രൂപ്പുകളിൽ നിന്നും വളർന്നു വന്ന് പിന്നീട് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് മാറിയ ഒരു അപകടകാരി. ഒരേ സമയം പാകിസ്ഥാനിലും UAEയിലുമായി ഇയാൾ താവളങ്ങൾ മാറ്റിപ്പാർത്തു. പക്ഷേ ഇയാളുടെ ഏറ്റവും വലിയ ആയുധം എന്തായിരുന്നു എന്നറിയാമോ? സോഷ്യൽ മീഡിയ. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള റീലുകൾ ഉണ്ടാക്കുന്ന, ഗ്യാങ്സ്റ്റർ സ്റ്റൈലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു ഇയാൾ. പ്രത്യേകിച്ചും 333 എന്ന് അവസാനിക്കുന്ന ഇൻസ്റ്റഗ്രാം IDകളിലൂടെ ഇയാൾ ഇന്ത്യയിലെ കൗമാരക്കാരായ കുട്ടികളെയും യുവാക്കളെയും ആകർഷിച്ചു. എങ്ങനെയാണ് ഇയാൾ ആളുകളെ വലയിലാക്കിയത്? അതാണ് ഈ കേസിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വശം. ഇന്ത്യയിലെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന, ലഹരി മരുന്നിന് അടിമപ്പെട്ട അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ക്രിമിനൽ ചിന്താഗതികൾ വച്ചു പുലർത്തുന്ന യുവാക്കളെ ഇയാൾ ടാർഗറ്റ് ചെയ്തു. മതപരമായ വികാരങ്ങൾ ഇളക്കിവിട്ടും അതിലുപരിയായി ആയിരക്കണക്കിന് ഡോളറുകൾ അക്കൗണ്ടുകളിലേക്ക് അയാൾ അയച്ചു കൊടുത്തും അവരെ എല്ലാവരെയും കയ്യിലെടുത്തു. ഒരു ഗ്രനേഡ് എറിഞ്ഞാൽ 1 ലക്ഷം രൂപ, ഒരു കേന്ദ്രത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ അയച്ചു കൊടുത്താൽ ഗൾഫിൽ ജോലിയും പണവും. ഇതായിരുന്നു അയാളുടെ ഓഫർ. അതായത് ആശയപരമായ ഭീകരവാദത്തിനേക്കാൾ മണി ആൻഡ് ഗ്ലാമർ ടെററിസം. ഈ ഒരു പുതിയ തന്ത്രമാണ് ISI ഭട്ടിയെ മുന്നിൽ നിർത്തി ഇന്ത്യയിൽ പരീക്ഷിച്ചത്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ചോരക്കളമാക്കാൻ ഈ ഷഹസാദ് ഭട്ടി നെറ്റ്വർക്ക് വലിയൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളായ IBയും LIUവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ റിയൽ ടൈം ഇൻ്റലിജൻസ് ഷെയറിംഗ് സിസ്റ്റവും എല്ലാം വളരെ നിശബ്ദമായി ഇവരുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഓഗസ്റ്റ് 12 പുലർച്ചെ രാജ്യം ഉറങ്ങിക്കിടക്കുമ്പോൾ 14 സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളും കേന്ദ്ര ഏജൻസികളും ഒരേ സമയം ഒരു ബട്ടണിൽ വിരലമർത്തി ഓപ്പറേഷൻ ഭട്ടി നെറ്റ്വർക്ക് ആരംഭിച്ചു. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, കർണാടക, ഗുജറാത്ത്, ബീഹാർ, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ, ഒപ്പം നമ്മുടെ കേരളത്തിലും ഓഗസ്റ്റ് 12 ആ ഒരൊറ്റ രാത്രി കൊണ്ട് 253 കേന്ദ്രങ്ങളിൽ മിന്നൽ പരിശോധന നടന്നു. റെയ്ഡിനൊടുവിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. 253 പേര് കസ്റ്റഡിയിൽ, 200-ലധികം മുൻനിര ഭീകരപ്രവർത്തകരുടെ ഔദ്യോഗിക അറസ്റ്റ്, UAPA, ഭാരതീയ ന്യായ സംഹിത, സ്ഫോടക വസ്തു നിയമം, ആംസ് ആക്ട്, NDPS തുടങ്ങിയ ഏറ്റവും കഠിനമായ വകുപ്പുകൾ പ്രകാരം 80-ലധികം പുതിയ FIRകൾ ഒറ്റയടിക്കാണ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കസ്റ്റഡി കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം ഈ ശൃംഖല എത്രത്തോളം വ്യാപിച്ചിരുന്നു എന്ന്. ഉത്തർപ്രദേശിൽ നിന്നും 62 പേർ, ഹരിയാനയിൽ നിന്ന് 52 പേർ, ഡൽഹിയിൽ 51, പഞ്ചാബിൽ 44, രാജസ്ഥാനിൽ 15, മഹാരാഷ്ട്രയിൽ 8, ഉത്തരാഖണ്ഡിൽ 5, കർണാടക, ഗുജറാത്ത്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് 3 പേർ വീതം, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ, പിന്നെ കേരളം എന്നിവിടങ്ങളിൽ നിന്ന് 2 പേർ വീതം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പിന്നീട് ഈ വിവരങ്ങൾ പുറത്തുവിട്ടു. ഇന്ത്യൻ സുരക്ഷാ സേനകൾ ISI പിന്തുണയുള്ള ഷഹസാദ് ഭട്ടി നെറ്റ്വർക്കിനെ തച്ചുടച്ചിരിക്കുകയാണ്. ഭീകരവാദത്തോട് ഇന്ത്യക്കുള്ള സീറോ ടോളറൻസ് നയത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ഇവിടെയാണ് മലയാളികളായ നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടേണ്ടതും ജാഗ്രത പുലർത്തേണ്ടതും. ഒരുപക്ഷെ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതൊക്കെ ഉത്തരേന്ത്യയിലോ പഞ്ചാബിലോ ഒക്കെ നടക്കുന്ന കാര്യങ്ങളല്ലേ, നമ്മളിതൊന്നും ബാധിക്കില്ലല്ലോ എന്ന്. എന്നാൽ ഈ ഭട്ടി നെറ്റ്വർക്ക് റെയ്ഡിൽ കേരളത്തിൽ നിന്ന് 2 പേർ അറസ്റ്റിലായി എന്ന വിവരം പുറത്തു വന്നതോടെ ആ ധാരണ തിരുത്തപ്പെടുകയാണ്. 2 പേരെന്നത് ഇപ്പോൾ പുറത്തു വന്ന കണക്കാണ്. ഇനിയും എത്ര പേരെന്ന് അറിയില്ല. എന്തായാലും ഇതൊരു ചെറിയ മുന്നറിയിപ്പല്ല. പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ മണ്ണിലും അതിർത്തിക്കപ്പുറത്തെ ഡിജിറ്റൽ ഭീകരതയുടെ കണ്ണുകൾ എത്തിക്കഴിഞ്ഞു.
കേരളത്തിലെ യുവാക്കളെയും വിദേശ ജോലി വാഗ്ദാനം ചെയ്തും സാമ്പത്തിക സഹായങ്ങൾ നൽകിയും എൻക്രിപ്റ്റഡ് സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴി ഇവർ ബന്ധപ്പെട്ടിരുന്നു. വിമാനത്താവളങ്ങൾ, പ്രമുഖ പ്രതിരോധ കേന്ദ്രങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ച് രഹസ്യ വിവര ശേഖരണം നടത്താനായിരുന്നു ഇവർക്ക് നൽകിയ നിർദ്ദേശം. കേരളം സുരക്ഷിതമായൊരു താവളമായി ഭീകരവാദികൾ കാണുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഈ 2 അറസ്റ്റുകളിലൂടെ ഉയർന്നു വരുന്നത്. തങ്ങളുടെ ആക്രമണ പദ്ധതികൾക്കായി ലൊക്കേഷൻ സപ്പോർട്ടും ഡിജിറ്റൽ ഹാൻഡിലും നൽകാൻ പ്രാദേശിക ഏജന്റുമാരെ കേരളത്തിൽ പോലുള്ളവർ സൃഷ്ടിച്ചു എന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. ഈ റെയ്ഡുകളിൽ കേന്ദ്ര ഏജൻസികൾ പിടിച്ചെടുത്ത സാധനങ്ങളുടെ ലിസ്റ്റ് കേട്ടാൽ ഏതൊരാളുടെയും നെഞ്ചാണ് പടപടാ ഇടിക്കുന്നത്. പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി മുദ്രയുള്ള ഗ്രനേഡുകൾ. ഇത് വെറുമൊരു നാടൻ ബോംബല്ല. പാകിസ്ഥാൻ സൈന്യം ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന അതിമാരകമായിട്ടുള്ള മിലിറ്ററി ഗ്രനേഡുകളാണ് പിടിച്ചെടുത്തത്. ഇതിലൂടെ ISIയുടെ നേരിട്ടുള്ള പങ്കാളിത്തം പകൽ പോലെ വ്യക്തമായി. RDX അടങ്ങിയ IEDകൾ, പെട്രോൾ ബോംബുകൾ, പ്രധാന നഗരങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താൻ സജ്ജമാക്കിയവ, ഓട്ടോമാറ്റിക് പിസ്റ്റലുകളും തോട്ടകളും ലക്ഷ്യമിട്ട വ്യക്തികളെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിക്കാൻ വച്ചിരുന്നവയാണ്. അതുപോലെ CCTV ക്യാമറകൾ. ഇതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഭീകരവാദികൾ എന്തിനാണ് CCTV ക്യാമറകൾ വാങ്ങിക്കൂട്ടിയത്? ഇവിടെയാണ് ഭട്ടിയുടെ പുതിയ ചാരതന്ത്രം പുറത്തു വരുന്നത്. ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ, പ്രമുഖ പോലീസ് സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, മതകേന്ദ്രങ്ങൾ എന്നിവയുടെ പരിസരങ്ങളിൽ രഹസ്യമായി CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ ഇയാൾ തദ്ദേശീയമായി യുവാക്കൾക്ക് പണം നൽകി. ഈ ക്യാമറകളിലെ ദൃശ്യങ്ങൾ വൈഫൈ ഇന്റർനെറ്റ് വഴി തത്സമയം പാകിസ്ഥാനിലെയും ദുബായിലെയും ഹാൻഡിൽമാർക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ സജ്ജമാക്കി. അതായത് ഇന്ത്യയിലിരുന്ന് ഭാരതീയർ തന്നെ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷാ കേന്ദ്രങ്ങളുടെ തത്സമയ ദൃശ്യങ്ങൾ ശത്രുക്കൾക്ക് ചോർത്തി കൊടുക്കുന്നു. അവസ്ഥയൊന്ന് ഓർത്തു നോക്കൂ. ഈ അന്വേഷണത്തിനിടയിലാണ് അതിലും ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത്. വെസ്റ്റ് ബംഗാളിലെ ഹൈ പ്രൊഫൈൽ ടാർഗറ്റിംഗ്. ബംഗാളിലെ STF നടത്തിയ അന്വേഷണത്തിൽ ജെയ്ഷെ മുഹമ്മദ്, ഭീകര സംഘടനയുമായി നേരിട്ട് ബന്ധമുള്ള മുഹമ്മദ് ഹമീം മൊണ്ടാൽ, ഇയാളുടെ കൂട്ടാളി അർപ്പിത സർക്കാർ എന്നിവർ പിടിയിലായി. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്നത് ബംഗാൾ ഭരണകൂടത്തെ തന്നെ വിറപ്പിച്ച വിവരങ്ങളാണ്. ബംഗാളിലെ ഭരണപക്ഷത്തെ 6 ക്യാബിനറ്റ് മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളെ തട്ടിക്കൊണ്ടുപോകാനോ വധിക്കാനോ ഷഹസാദ് ഭട്ടി നെറ്റ്വർക്ക് പദ്ധതിയിട്ടിരുന്നു. അർപ്പിത സർക്കാർ എന്ന യുവതി വഴിയാണ് പാകിസ്ഥാൻ ഹാൻഡ്ലർമാർ മന്ത്രിമാരുടെ കുടുംബങ്ങളിലേക്ക് വല വീശാൻ ശ്രമിച്ചത്. എൻക്രിപ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴി നിരന്തരം ആശയവിനിമയം നടത്തിയവർ ഉയർന്ന സാമ്പത്തിക വാഗ്ദാനങ്ങളിലാണ് വീണുപോയത്. മാത്രമല്ല, ഈ ശൃംഖല വെറും ഒരു പേരിലല്ല പ്രവർത്തിച്ചിരുന്നത്, ഖലിസ്ഥാൻ ആംഡ് ഫോഴ്സ് എന്ന പേരിലാണ്. ഖലിസ്ഥാൻ ആംഡ് ഫോഴ്സ്, തഹരീക്കി താലിബാൻ, ഹിന്ദുസ്ഥാൻ തുടങ്ങിയ നിരോധിത പോപ്പപ്പ് ഭീകര സംഘടനകളുടെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനം. ഇവർ സോഷ്യൽ മീഡിയയിൽ സ്വാധീനം ചെലുത്തിയതെല്ലാം ഇങ്ങനെയാണ്. പഞ്ചാബിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ വധിച്ച സംഭവത്തിലും, ജലന്ധറിൽ പ്രമുഖ യൂട്യൂബർ റോജർ സന്ധുവിന്റെ വീടിന് നേരെ നടത്തിയ ഗ്രനേഡ് ആക്രമണത്തിലും, സിർസയിലെ വനിതാ പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിലും, അംബാലയിലെ കാർ ബോംബ് ബ്ലാസ്റ്റിലും ഭട്ടിയുടെ ഈ നെറ്റ്വർക്ക് നേരിട്ട് പങ്കുണ്ട് എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു വിഷയം നമ്മൾ കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി മാത്രം കാണരുത്. ഇതിന് പിന്നിൽ ആഴത്തിലുള്ള ഒരു സാമൂഹിക വിപത്തുണ്ട്. എന്തായാലും ഭാരതീയ സുരക്ഷാ ഏജൻസികളുടെ ഈ ഒരു ഓപ്പറേഷൻ തെളിയിക്കുന്നത് ഒറ്റൊരു കാര്യമാണ്: എത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറഞ്ഞിരുന്നാലും ഇന്ത്യയുടെ സുരക്ഷാ കവചം തുളച്ച് അകത്ത് കയറാൻ അങ്ങനെ ശ്രമിച്ചാൽ അതിനുള്ള മറുപടി അതിമാരകമായിരിക്കും. എങ്കിലും കേന്ദ്ര സംസ്ഥാന ഏജൻസികൾക്കൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഇതിൽ വലിയൊരു പങ്ക് കൂടിയുണ്ട്. നമ്മുടെ വീട്ടിലെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ആരുമായിട്ടാണ് സംസാരിക്കുന്നത്, അവരുടെ അക്കൗണ്ടുകളിലേക്ക് അനാവശ്യമായി വൻതോതിൽ പണം എത്തുന്നുണ്ടോ, അവർ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഏതാണ് എന്നതിലൊക്കെ കൃത്യമായൊരു കണ്ണ് നമുക്കും ഉണ്ടായിരിക്കണം. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിന്ന് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.